ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3യിലെ ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റോറിൻ്റെ പേരെന്താണ്? ഇത് ഹണി മാംഗോ ട്രീ എന്നാണ് സ്റ്റോറിൻ്റെ പേര്. ഇതിൻ്റെ ഓത്തർ ആരാണ്? ഫേമസ് നോവലിസ്റ്റ് ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറാണ് ദ ഹണി മാംഗോ ട്രീ എന്ന് പറയുന്ന സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റോറിയും അതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കിടന്നാലോ കൂട്ടുകാരെ? There are people around us who love nature and take care of it. അപ്പം എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള കുറച്ച് പരിസ്ഥിതിയെ സ്നേഹിക്കുന്നതും അതേപോലെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇഫ് വി ടേക്ക് കെയർ ഓഫ് നേച്ചർ വാട്ട് വിൽ ഇറ്റ് ഗിവ് അസ് ഇൻ റിട്ടേൺ? ഇപ്പം നമ്മൾ പരിസ്ഥിതിയെ എന്താണ് സംരക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്താണ് തിരിച്ചു തരുക എന്നാണ് ഓഥർ ചോദിച്ചിരിക്കുന്നത്. റീഡ് ഇത് സ്റ്റോറി ഗിവൺ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റോറി വായിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹണി മാംഗോ ട്രീ. ഓക്കെ, യു നോ ദിസ് ട്രീ ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മരത്തിന് എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. റഷീദ്, മൈ നെയ്ബർ സെഡ് ടു മീ ആസ് വി സ്റ്റുഡ് അണ്ടർ ദ മാംഗോ ട്രീ. അപ്പൊ ആരാണ്? ഓഥർ ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ റഷീദ് എന്ന് പറയുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് റഷീദ്. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളെ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയാ? നെയ്ബർ. ഓക്കെ, പീപ്പിൾ ഹു ലിവ് നിയർ യു, ഞാൻ നെയ്ബർ എന്ന് പറയാം. റഷീദ്, മൈ നെയ്ബർ സെഡ് ടു മീ ആസ് വി സ്റ്റുഡ് അണ്ടർ ദ മാംഗോ ട്രീ. അപ്പൊ എന്താണ്? റഷീദ് വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറയാണ്, ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്ന് റഷീദ് പറഞ്ഞു. റഷീദ് പോസ്റ്റ് ആസ് his son, a young boy of 16, walked up with a plate of ripened mango slices. അപ്പൊ എന്താണ്? ഈ കാര്യം പറഞ്ഞ് റഷീദും വൈക്കം മുഹമ്മദ് ബഷീറും കൂടെ ആ മരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്ന സമയത്ത് ആരാണ് എൻ്റർ ചെയ്യുന്നത്? അവരുടെ മകൻ, റഷീദിന്റെ മകൻ. അവന് എത്ര വയസ്സായിട്ടുണ്ട്? 16 വയസ്സായിട്ടുള്ള റഷീദിന്റെ മകൻ ഒരു പ്ലേറ്റ് നിറയെ എന്താണ്? മുറിച്ചിട്ടുള്ള മാങ്ങയുടെ പീസസ് കൊണ്ട് ഇവരുടെ അടുത്തേക്ക് വന്നു. ഓക്കെ, ഡിഡ് യു ലൈക്ക് ദ മാംഗോ? റഷീദ് enquired and I had made a quick feast of it. അപ്പൊ എന്താണ്? റഷീദ് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുകയാണ്, ഡിഡ് യു ലൈക്ക് ദ മാംഗോ? നിങ്ങൾക്ക് ഈ മാങ്ങ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ലൈക്ഡ് ഇറ്റ്, ഇറ്റ് ടേസ്റ്റസ് ലൈക്ക് ഹണി. അപ്പം ഓഥർ എന്താണ് പറയുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ എന്താണ് പറയുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് എന്തിനെ പോലെയുണ്ട്? ഇത് തേനിനെ പോലെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാണ്. ഡിഡ് യു പ്ലാൻ ദിസ് ട്രീ? അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ റഷീദിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് നട്ട മരമാണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നോട്ട് എക്സാക്ട്ലി, ഇല്ല, അത് ഞാൻ നട്ട മരം അല്ല. ദിസ് മാംഗോ ട്രീ ഹാസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അപ്പൊ റഷീദ് പറയാണ്, ഈ മാങ്ങമരത്തിന് അല്ലെങ്കിൽ ഈ മാവിന് ഒരു സ്പെഷ്യൽ സ്റ്റോറി ഉണ്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്, കഥയുണ്ട്. That's why I said it has a special place in my heart. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാങ്ങമരത്തിന് എൻ്റെ മനസ്സിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാനം ഞാൻ ഈ മാവിന് എൻ്റെ ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് റഷീദ് പറഞ്ഞത്. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് എന്താണ്? റഷീദ് ആ മാവ് മരത്തിന്റെ കഥ പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. നെയ്ബർ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്? നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരെ നമ്മൾ മൈ നെയ്ബർ എന്നൊക്കെ പറയും. അതിന്റെ മീനിങ് എന്താ? പീപ്പിൾ ഹു ലിവ് നിയർ യു. ഓക്കെ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അപ്പോൾ വേറൊരാൾ ആ ഒരു സീനിലേക്ക് എൻ്റർ ചെയ്ത് വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യം നിർത്തിവെക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുക?
പോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഡിസ്ക്രൈബ്സ് എ ടെമ്പററി ഹാൾട്ട് ടു ആൻ ആക്ടിവിറ്റി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി നിർത്തിവെക്കില്ല, അതിനെയാണ് പോസ്റ്റ്. അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാമത് ഒരാൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി വർത്തമാനം പറഞ്ഞ ആളോട് നമ്മുടെ വർത്തമാനം നിർത്തിവെക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനൊക്കെയാണ് എന്ത് പറയുക, പോസ്റ്റ് എന്ന് പറയാം. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെഷ്യൽ മീലിനെയാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെ കൊടുക്കൂലേ, അതിനെ നമ്മൾ ഫീസ്റ്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഇവിടെ എന്താണ്, മുഹമ്മദ് ബഷീറും പിന്നെ റഷീദും മാങ്ങ കഴിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. ഇറ്റ് ഹാപ്പൻഡ് ലോങ് എഗോ. അപ്പൊ റഷീദ് എന്താണ് ആ സ്റ്റോറി പറയാൻ തുടങ്ങി. ഇത് സംഭവിച്ചത് കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. ലോങ് എഗോ ഐ വാസ് എ യങ് ബാച്ചിലർ. ഞാനൊരു ബാച്ചിലർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, പഠിക്കുന്ന സമയമായിരുന്നു. ഐ വാസ് എ യങ് ബാച്ചിലർ. ഐ ഹാഡ് ഗോൺ ടു വിസിറ്റ് മൈ യങ് ബ്രദർ ഹു വാസ് എ പോലീസ് ഇൻസ്പെക്ടർ. അപ്പൊ എന്താണ്, റഷീദ് ഒരിക്കല് എന്താണ് അവൻ്റെ യങ് ബ്രദർ ആയിട്ടുള്ള, യങ് ബ്രദർ ആരാണ്, പോലീസ് ഇൻസ്പെക്ടർ ആണ്. അപ്പൊ അവരെ കാണാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് റഷീദ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. He worked in a small town about 75 miles from here. അപ്പം ഇപ്പം ഇവർ താമസിക്കുന്ന ഇടത്ത് നിന്ന് 75 മൈൽ ദൂരം കഴിഞ്ഞിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ആര്, റഷീദിന്റെ യങ്ങർ ബ്രദർ ആയിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടർ. ഓക്കെ, ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അതൊരു നല്ലൊരു ചൂടുള്ള ദിവസമായിരുന്നു. I set out on a stroll in the evening. അപ്പൊ എന്താണ്, അവൻ നടക്കാൻ തുടങ്ങി. ഓക്കെ, നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങി. I had not gone far when I saw an old man lying under a tree. അപ്പൊ ഇവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ എന്താണ്, ഒരു വയസ്സായ ഒരു മനുഷ്യൻ ഒരു മരത്തിന്റെ ചോട്ടില് കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. ഓക്കെ, lying under a tree. His beard was long and his hair was overgrown. അപ്പൊ എന്താണ്, ബിയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ആണുങ്ങളുടെ മീശയും താടിയൊക്കെ വളർന്നിരിക്കുന്നതിനെയാണ് ബിയേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബിയേർഡ് ഈസ് ദ ഹെയർ ദാറ്റ് ഗ്രോസ് ഓൺ മാൻസ് ചിൻ ആൻഡ് ചീക്ക്. ഓക്കെ ഓക്കെ ഹി ലുക്ഡ് അബൌട്ട് 80. ഓക്കെ, അപ്പൊ അയാൾക്ക് എത്ര വയസ്സുണ്ടാവും, ഒരു 80 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാള് ആ മരത്തിന്റെ ചോട്ടിൽ കിടക്കുന്നത് കണ്ടു. ആസ് ഐ അപ്രോച്ച്ഡ്, അപ്പൊ എന്താണ്, റഷീദ് അയാളുടെ അടുത്തേക്ക് പോയപ്പോൾ ഐ ഹേർഡ് ഹിം ഗ്രോണിങ് ഇൻ പെയിൻ. ഗ്രോണിങ് ഇൻ പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വേദന എടുത്തിട്ട് ഉള്ളിൽ ഇങ്ങനെ മുറുമുറുക്കുന്ന ശബ്ദം ഉണ്ടാക്കില്ലേ, അതിനെയാണ് ഐ ഹേർഡ് ഹിം ഗ്രോണിങ് ഇൻ പെയിൻ. ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ ഡീപ് സൗണ്ട് ഓഫ് പെയിൻ. അപ്പൊ അയാൾക്ക് ശാരീരികമായിട്ട് 80 വയസ്സുണ്ടെന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ്, അവർക്ക് നല്ല പ്രായമുണ്ട്. അപ്പൊ പ്രായത്തിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ട്. അയാൾ ഓരോരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഹി ലുക്ക് ബാഡ്ലി ഇൽ. അയാളെ കണ്ടാലേ അറിയാം അയാൾക്ക് ഒട്ടും വയ്യാത്തൊരു സിറ്റുവേഷനിലാണ്. ഗിവ് മീ സം വാട്ടർ സൺ. അപ്പൊ അയാള് റഷീദിനോട് ചോദിച്ചു, എനിക്ക് കുറച്ച് വെള്ളം തരാവോ. ഹി സെഡ് ഇൻ എ ഹോസ് വിസ്പർ ആസ് ഹി സോ മീ. അപ്പം ഇവിടെ ഹോസ് വിസ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്ക്രൈബ്സ് എ സ്പീച്ച് ദാറ്റ് ഇസ് റഫ്, അൺക്ലിയർ ആൻഡ് ക്വയറ്റ്. അപ്പൊ എന്തവസ്ഥയിലാണ് ആ പ്രായമായിട്ടുള്ള ആളവിടെ കിടക്കുന്നത്, വയ്യാതെ പ്രായം ചെന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അയാള് എന്താണ്, അയാൾക്ക് വർത്താനം പറയാനും അയാൾ വർത്താനം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അയാൾ വർത്താനം പറയുന്നത്. അതിനെയാണ് ഇവിടെ ഹോസ് വിസ്പർ എന്ന് പറയുന്നത്. അപ്പം അയാള് റഷീദിനോട് എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണ്. I saw a pretty young woman sitting at the sit out of a house across the road. അപ്പൊ റഷീദ് നോക്കുമ്പോ എന്താണ്, റോഡിന്റെ അപ്പുറത്തെ സൈഡ് ഒരു വീട്ടില് ഒരു പെണ്ണുങ്ങള് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നത് ആര് കണ്ടു, റഷീദ് കണ്ടു. ഓക്കെ, അപ്പൊ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, റീഡിങ് എ പേപ്പർ. ആ സ്ത്രീ ആ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടൊരു പേപ്പർ വായിക്കുകയായിരുന്നു. ഓക്കെ, I asked her for some water. അപ്പൊ എന്ത് ചെയ്തു, റഷീദ് ആ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീയോട് കുറച്ച് വെള്ളം ചോദിച്ചു.
She was puzzled as I started walking away with the pitcher of water. അപ്പൊ എന്താണ്, ഈ സ്ത്രീന്റെ കയ്യിൽ നിന്ന് ഈ റഷീദ് വെള്ളവും വാങ്ങി ആ വയസ്സായ മനുഷ്യന്റെ അടുത്തേക്ക് പോകുകയാണ്. അപ്പത്തേക്ക് ഈ സ്ത്രീക്ക് കൺഫ്യൂഷനായി, ഇയാൾ എന്തിനാണ് എൻ്റെ അടുത്ത് നിന്ന് വെള്ളവും വാങ്ങി അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അതിനാണ് ഇവിടെ പസിൽഡ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കൺഫ്യൂസ്ഡ്. ഓക്കെ, പിന്നെന്താണ്, ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് എവേ വിത്ത് എ പിക്ചർ ഓഫ് വാട്ടർ. എന്നിട്ട് എന്ത് ചെയ്തു, റഷീദ് ആ സ്ത്രീൻ്റെ അടുത്ത് നിന്ന് വെള്ളം വാങ്ങിയിട്ട് ഈ വയസ്സായ ആളുടെ അടുത്തേക്ക് പോയി. ഐ ടോൾഡ് ഹെർ അബൌട്ട് ദ ഓൾഡ് മാൻ. അപ്പൊ റഷീദ് എന്താണ് ആ സ്ത്രീയോട് ഈ പ്രായമായ മനുഷ്യന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഷീ ഗോട്ട് അപ്പ് ആൻഡ് കെയിം വിത്ത് മീ. അപ്പൊ എന്താണ്, ആ സ്ത്രീ എന്ത് ചെയ്തു, റഷീദിന്റെ കൂടെ ആ വയസ്സായ ആളുടെ അടുത്തേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ഡിസ്ക്രൈബ് ദ അപ്പിയറൻസ് ഓഫ് ഓൾഡ് മാൻ. അപ്പൊ എന്താണ്, ഓൾഡ് മാന് 80 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ അയാളുടെ അപ്പിയറൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ ഇതിൽ എന്തൊക്കെയാണ് അയാളുടെ അപ്പിയറൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദ ഓൾഡ് മാൻ ലൈയിങ് അണ്ടർ എ ട്രീ ഹാസ് എ ലോങ് ബിയർഡ്. എന്താണ്, നീളമുള്ള താടി ഉണ്ടായിരുന്നു. ഹിസ് ഹെയർ ഓവർ ഗ്രോൺ. അയാളുടെ മുടി എന്താണ്, പിന്നെ നോർമലിനെയും കാട്ടി കൂടുതൽ വളർന്ന് മുടിയൊന്നും വെട്ടാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ഹി ലുക്ഡ് അബൌട്ട് 80. അയാൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 80 വയസ്സ് തോന്നിക്കും. ഹി വാസ് ഗ്രോണിങ് ഇൻ പെയിൻ. അയാൾ എന്താണ്, അയാളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ശാരീരിക വേദന കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. ഹി ലുക്ഡ് ബാഡ്ലി ഇൽ. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ ഭയങ്കര അവശനായിരുന്നു. ഓക്കെ, ഇതാണ് ദ അപ്പിയറൻസ് ഓഫ് ഓൾഡ് മാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വേർ വാസ് ദ യങ് വുമൺ സിറ്റിംഗ്, വാട്ട് വാസ് ഷീ ഡൂയിങ്. എന്താണ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആ യങ് വുമൺ എന്താണ്, റോഡിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു വീട്ടില് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അവര് എന്താണ്, ഒരു പേപ്പർ വായിക്കുകയായിരുന്നു. ഓക്കെ, അതിപ്പോ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാ. ദ പ്രിറ്റി വുമൺ സിറ്റിംഗ് അറ്റ് ദ സിറ്റ് ഔട്ട് ഓഫ് എ ഹൗസ് അക്രോസ് ദ റോഡ് ആൻഡ് ഷീ വാസ് റീഡിങ് എ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഷീ വാസ് റീഡിങ് എ പേപ്പർ. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഈ 2 ക്വസ്റ്റ്യന്റെയും ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. ഐ എം അസ്മ, ഇത് യങ് വുമൺ സെഡ്. അപ്പം ആ യങ് പ്രിറ്റി വുമൺ എന്താണ് പറഞ്ഞത്, ഞാൻ അസ്മയാണ് എന്ന് പറഞ്ഞു. ഐ ആം എ സ്കൂൾ ടീച്ചർ ടു. ഞാനും ഒരു സ്കൂൾ ടീച്ചർ ആണെന്ന് അവരോട് ആര് പറഞ്ഞു, അസ്മ പറഞ്ഞു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അപ്പൊ എന്താണ്, ആ യൂസഫ് സിദ്ദിഖ് പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇത് ഓൾഡ് മാൻ ലേ ഡൗൺ അഗെയിൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ പ്രായമായിട്ടുള്ള യൂസഫ് സിദ്ദിഖ് എന്ത് ചെയ്തു, അവിടെ തന്നെ കിടന്നു. ഹി വാസ് ഡൈയിങ്. അയാള് മരിക്കാനായിട്ടുണ്ട്. ഹി ബ്രെത്ത്ഡ് ഹിസ് ലാസ്റ്റ് ആസ് വി വാച്ച്ഡ്. അപ്പൊ എന്താണ്, പിന്നെ ഇവരവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് അയാളുടെ അവസാന ശ്വാസമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഐ വെന്റ് ഹോം ടു ഗെറ്റ് മൈ ബ്രദർ. പിന്നെന്താണ്, റഷീദ് എന്ത് ചെയ്തു, റഷീദ് ശരിക്കും പറഞ്ഞാൽ റഷീദിന്റെ ബ്രദർ ആയിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടറെ കാണാനാണ് വന്നത്. അപ്പം ആ വരുന്ന വഴിക്കാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. അപ്പൊ എന്ത് ചെയ്തു, റഷീദ് തിരിച്ച് റഷീദിന്റെ ബ്രദറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. വി ബറീഡ് ഹിം ഇൻ ദ ലോക്കൽ ഗ്രേവ്യാർഡ്. അപ്പൊ എന്താണ്, അവരെല്ലാവരും കൂടെ ചേർന്ന് അയാളെ അവിടുത്തെ പൊതു ശ്മശാനത്തിൽ അയാളുടെ ശരീരം സംസ്കരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് അമേസിംഗ് തിങ് ഡിഡ് ദ ഓൾഡ് മാൻ ഡു. അപ്പൊ എന്ത് അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് ആ പ്രായമായിട്ടുള്ള യൂസഫ് സിദ്ദിഖ് എന്ന് പറയുന്ന ആള് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താം. വെൻ ഹി ഗോട്ട് അപ്പ് ഇൻ ദ പിക്ചർ ഓഫ് വാട്ടർ, the old man got up with the great difficulty. അപ്പൊ അയാൾക്ക് എന്താണ്, ഒരു ജഗ് ഓഫ് വാട്ടർ അയാളുടെ കൈ കിട്ടിയപ്പം അയാൾ ഭയങ്കര ബുദ്ധിമുട്ടി ആ മരച്ചോട്ടിൽ നിന്ന് എണീറ്റു. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഹി വാക്ക്ഡ് അപ്പ് ടു എ വിതേർഡ് സാപ്ലിംഗ് ഓഫ് മാംഗോ ട്രീ. അയാൾ വെള്ളം കിട്ടിയപ്പോൾ പെട്ടെന്ന് അയാൾ കുടിക്കാതെ അയാൾ എന്ത് ചെയ്തു, കഷ്ടപ്പെട്ട ആ മരച്ചോട്ടിൽ നിന്ന് എണീറ്റിട്ട് അവിടെ മുളച്ചു വന്നിരുന്ന മാങ്ങ തൈല് എന്ത് ചെയ്തു,
it had sprouted from the seed which have been thrown away by a wayfarer. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാൾ വെള്ളം കുടിക്കാതെ ഈ മുളച്ചു വന്ന മാങ്ങാത്തൈന്റെ അടുത്തേക്ക് അയാൾ പോയി. അപ്പൊ ആ മാങ്ങാത്തൈ എങ്ങനെയാണ് മുളച്ചു വന്നത്? ഏതോ ഒരു വഴിയിൽ കൂടെ പോകുന്ന ഒരാള് കഴിച്ചിട്ട് എറിഞ്ഞ ഒരു മാങ്ങാണ്ടിയിൽ നിന്നാണ് ആ മാങ്ങാത്തൈ ഉണ്ടായിരിക്കുന്നത്. The old man poured half of the water on it. അപ്പൊ അയാൾ എന്താണ് ചെയ്തത്? യൂസഫ് സിദ്ദീഖ് എന്ന് പറഞ്ഞ 80 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ വയസ്സായ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾ എന്താണ് ചെയ്തത്? അയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്ത ആ വെള്ളത്തിൽ നിന്ന് പകുതി വെള്ളം ആ മാങ്ങാത്തൈക്ക് ഒഴിക്കുകയും പിന്നെ എന്താണ് അയാൾ ചെയ്തത്? തിരിച്ച് അയാൾ എവിടെയാണോ ഇരുന്നത് ആ മരച്ചോട്ടിൽ വന്നിട്ടാണ് പിന്നെ അയാൾ വെള്ളം കുടിച്ചത്. ഓക്കെ, ഇതാണ് എന്താണ് ഇത് അമേസിംഗ് തിങ് ഡിഡ് ബൈ ദ ഓൾഡ് മാൻ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇതിന്റെ ആൻസർ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ആ പിക്ചർ കാണാം. ഇവിടെ ആ യങ് ലേഡി നിൽപ്പുണ്ട്, അതേപോലെ ഇവിടെ റഷീദ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇയാളാണ് ഇത് ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഈ വയസ്സായിട്ടുള്ള യൂസഫ് സിദ്ദീഖ് എന്ന് പറഞ്ഞ ആള്. അയാളുടെ താടി കണ്ടോ? നീളമുള്ള താടിയും പിന്നെന്താണ് മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. അയാൾക്ക് എണീക്കാനൊന്നും വയ്യ. എന്നിട്ട് അയാൾക്ക് കൊടുത്ത വെള്ളത്തിൽ നിന്ന് പകുതി വെള്ളം അയാൾ എന്തിലാണ് ഒഴിക്കുന്നത്? മാങ്ങാത്തൈക്കാണ് ഒഴിക്കുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. ഇവിടെ റഷീദ് ആ മാങ്ങാത്തൈ കൊണ്ടുപോകുന്ന ഒരു രംഗം നമുക്ക് കാണാം. ബാക്കി നമുക്ക് വായിച്ചു നോക്കാം എന്താ സംഭവിക്കുന്നത്. I had found a sum of 6 rupees in his pocket. ഓക്കെ, അപ്പൊ എന്താണ് അയാളുടെ പോക്കറ്റില് എന്താണ് 2-3 ചില്ലറകൾ കൂടി 6 രൂപ ഓളം അയാളുടെ പോക്കറ്റിൽ കണ്ടു. അസ്മ ആൻഡ് ഐ put in 5 rupees each. അപ്പൊ അസ്മി റഷീദ് എന്ത് ചെയ്തു? 5 രൂപ വെച്ച് ഇട്ടു. I bought sweets for the amount and Asma distributed them to the children at her school. അപ്പൊ എന്താണ് അതിലേക്ക് 5 രൂപയും കൂടെ അസ്മി റഷീദും കൂടി ഇട്ടിട്ട് സ്കൂളിലുള്ള പിള്ളേർക്ക് എന്ത് വാങ്ങിച്ചു? സ്വീറ്റ്സ്, മുട്ടായികൾ വാങ്ങിച്ചു. അസ്മ വാട്ടേർഡ് ഇത് സാപ്ലിംഗ് എവറി ഡേ. അപ്പൊ അസ്മ എന്ത് ചെയ്യും? ആ ചെടീനെ ദിവസവും നനയ്ക്കുമായിരുന്നു. ഇറ്റ് സൂൺ സ്പ്രൗട്ടഡ് ഫ്രഷ് ലീവ്സ്. അതെന്താണ്? അത് കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ്? പുതിയ പുതിയ ഇലകൾ അതിൽ നിന്ന് വരാൻ തുടങ്ങി. എ ലിറ്റിൽ ലേറ്റർ അസ്മ ആൻഡ് ഐ വെർ മാരീഡ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? റഷീദ് ആരെ കല്യാണം കഴിച്ചു? അസ്മേനെ കല്യാണം കഴിച്ചു. When I built this house, I carefully uprooted the sapling and brought it home. അപ്പൊ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പം റഷീദ് അസ്മേനെ കല്യാണം കഴിച്ചു. പിന്നെ അവരൊരു പുതിയ വീട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. പുതിയ വീടുണ്ടാക്കി അവർ അങ്ങോട്ടേക്ക് മാറിയപ്പോ എന്ത് ചെയ്തു? ഈ മാങ്ങാത്തൈനെ സൂക്ഷ്മമായി ആ സ്ഥലത്തിൽ നിന്ന് കുറച്ച് മണ്ണോടെ പറിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ പുതിയ വീട്ടിൽ നട്ടു. അതാണ് പറയാൻ പോകുന്നത്. I carefully uprooted the sapling and brought it home. Asma and I planted it here. അത് കഴിഞ്ഞിട്ട് എന്താണ്? അസ്മയും റഷീദും കൂടെ ആ മാങ്ങാത്തൈനെ അവിടെ നട്ടു വളർത്തി. We watered it regularly and manured it with ash and dung. അപ്പൊ അവരെന്ത് ചെയ്തു? ഡെയിലി അവരതിന് എന്ത് ചെയ്യും? വെള്ളം ഒഴിക്കും. അതേപോലെ എന്തൊക്കെ വളമാണ്? ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തീ കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചാരത്തിനെയാണ് എന്ത് പറയാ? ആഷ് എന്ന് പറയാ. ആൻഡ് ഡങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാണക വളത്തിനെയാണ് നമ്മൾ കൗഡങ് എന്ന് പറയാ. ഓക്കെ, അപ്പം വി വാട്ടേർഡ് ഇറ്റ് റെഗുലർലി ആൻഡ് മാനുവേർഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. അപ്പൊ അവരെന്ത് ചെയ്തു? സ്ഥിരം അവർ അതിന് വെള്ളം ഒഴിക്കുകയും വളമായിട്ട് ചാരവും ചാണകവും ഇട്ട് കൊടുത്തു. ഓക്കെ, we added some humus and bone meals later. അത് കഴിഞ്ഞ് അവർക്ക് പറ്റുന്ന പോലെ അതിന് ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ഇലകളൊക്കെ കുറെ വർഷങ്ങൾ മണ്ണിലിരുന്ന് വളമായി മാറില്ല, അതിനെയാണ് ഹ്യൂമസ് എന്ന് പറയാ. ബോൺ മീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുപൊടി. ഓക്കെ, അങ്ങനെ വളങ്ങളെല്ലാം ഇവര് ഈ മാവിന് ചെയ്യാൻ തുടങ്ങി. In no time it rose to sky and spread its canopy. അപ്പൊ എന്താണ്? ആ സമയം പോകെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഈ ചെറിയ മാവിന്റെ
വളർന്ന് പന്തലിച്ച് ആകാശത്തോളം വളർന്നു. എന്നിട്ട് എന്താണ് അതിന്റെ കനോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തണലിനെയാണ് canopy എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് canopy. അത് എന്താ കുറച്ച് സമയം കൊണ്ട് തന്നെ ആകാശത്തോളം വളരുകയും അതേപോലെ അതിന്റെ ഷെയ്ഡ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഹിയർ യു ആർ. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ മാവാണ് അത് എന്ന് റഷീദ് ആരോട് പറയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറയാണ്. ഓക്കെ, റഷീദ് സ്മൈൽഡ് പ്ലസന്റ്ലി ആൻഡ് പുട്ട് ഹിസ് ആം അറൌണ്ട് ദ ട്രീ. അപ്പം റഷീദ് എന്താണ് സന്തോഷത്തോടെ ഈ കഥ മൊത്തം പറഞ്ഞിട്ട് സന്തോഷത്തോടെ ആ മാവിനെ കെട്ടിപ്പിടിച്ചു. ഓക്കെ, ആസ് ഐ ടേൺ ടു ഗോ ഹോം റഷീദ് സൺ കോൾഡ് മീ ഫ്രം ദ ബിഹൈൻഡ്. അപ്പൊ എന്താ വൈക്കം മുഹമ്മദ് ബഷീർ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് റഷീദിന്റെ മകൻ 16 വയസ്സുള്ള റഷീദിന്റെ മകൻ എന്ത് ചെയ്തു? മുഹമ്മദ് ബഷീറിനെ ബാക്കിൽ നിന്ന് വിളിച്ചു. ഓക്കെ, he held in his hand some mangoes wrapped in a newspaper. അപ്പൊ എന്താണ് മകന്റെ കയ്യില് ഒരു ന്യൂസ് പേപ്പറിൽ കുറച്ച് മാങ്ങ പൊതിഞ്ഞിട്ടാണ്, റാപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതിയുക. അപ്പൊ ന്യൂസ് പേപ്പർ വെച്ചിട്ട് മാങ്ങ പൊതിഞ്ഞ ഒരു മാങ്ങാപ്പൊതി കൊണ്ട് ആര് വരുന്നുണ്ട്? റഷീദിന്റെ 16 വയസ്സുള്ള മകൻ വരുന്നുണ്ട്. ഓക്കെ, മദർ ആസ്ക്ഡ് മീ ടു ഗിവ് യു ദിസ്. അപ്പം മദർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? അസ്മയാണ് മദർ. അപ്പം റഷീദിന്റെ ഭാര്യയായ അസ്മ മകന്റെ കയ്യിൽ വൈക്കം മുഹമ്മദ് ബഷീറിന് കൊടുക്കാൻ തന്ന മാങ്ങയാണ് മകൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഐ സ്മൈൽഡ്, ഞാൻ ചിരിച്ചു. താങ്ക് യു സൺ. അപ്പം ബഷീർ താങ്ക് യു എന്ന് ആ മകനോട് പറഞ്ഞു. വി ലീവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ. ബഷീറും റഷീദും എന്താണ് അടുത്തടുത്താണ് താമസിക്കുന്നത്. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. അപ്പൊ എന്താണ് അപ്പ പറയാണ് എനിക്ക് നിങ്ങളുടെ പേരറിയില്ല. യൂസഫ് സിദ്ദിഖ്. യൂസഫ് സിദ്ദിഖ്. യെസ് അങ്കിൾ, യൂസഫ് സിദ്ദിഖ്. അപ്പൊ എന്താണ് യൂസഫ് സിദ്ദിഖ് എന്ന് പറഞ്ഞു. യെസ് അങ്കിൾ, യൂസഫ് സിദ്ദിഖ്. ഞാൻ നിങ്ങളുടെ അയൽവക്കത്താണെങ്കിലും താമസിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ പേരറിയില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താണ് റഷീദും അസ്മയും അവരുടെ മകന് എന്ത് പേരാണ് ഇട്ടിരിക്കുന്നത്? യൂസഫ് സിദ്ദിഖ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് കഥ. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്താണ്, എങ്ങനെയാണ് ഈ കഥ പോയിരിക്കുന്നതെന്ന് ഞാനൊന്ന് സമ്മറി ആയിട്ട് പെട്ടെന്ന് പറയാം. ഇവിടെ റഷീദും ഉണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറും ഉണ്ട്. ഒരു ദിവസം ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവരുടെ മകൻ അവരുടെ വീട്ടിൽ നിന്ന് ഒരു പ്ലേറ്റ് കട്ട് ചെയ്ത മാങ്ങ കൊണ്ടു കൊടുക്കും. അപ്പം മാങ്ങ തിന്നു കഴിയുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ പറയും, ഇത് നല്ല എന്താണ് തേനിനെ പോലെ മധുരമുള്ള മാങ്ങയാണല്ലോ എന്ന് റഷീദിനോട് പറയും. അങ്ങനെ ഈ റഷീദ് ഈ മാങ്ങ എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളൊരു കഥ ഡീറ്റെയിൽ ആയിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറയുന്നതാണ് ഈ ഫുൾ സ്റ്റോറി എന്ന് പറയുന്നത്. അതിലെന്താണ് കഥ? ഒരു ദിവസം റഷീദിന്റെ ബ്രദർ ആയിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടി നടന്നു പോകുന്ന സമയത്ത് ഒരു പ്രായമായിട്ടുള്ള മനുഷ്യൻ മരച്ചോട്ടിലിരിക്കുന്നുണ്ടാവും വയ്യാതെ. അപ്പം നടന്നു പോകുമ്പോൾ ആ പ്രായമായിട്ടുള്ള മനുഷ്യൻ, യൂസഫ് സിദ്ദിഖ് എന്നാണ് അയാളുടെ പേര്, അയാള് ഈ റഷീദിനോട് കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിക്കും. അപ്പൊ എന്താ റഷീദ് നോക്കുമ്പോൾ തൊട്ട് റോഡിന്റെ അപ്പുറത്തെ സൈഡ് എന്താണ് ഒരു സ്ത്രീ ആ വീട്ടിലിരിക്കുന്ന കാണും. അപ്പൊ ആ സ്ത്രീന്റെ അടുത്ത് പോയിട്ട് വെള്ളം ചോദിക്കും. അപ്പൊ ആ സ്ത്രീന്റെ അടുത്ത് നിന്ന് ആ വെള്ളം വാങ്ങിയിട്ട് ഈ പ്രായമായിട്ടുള്ള മനുഷ്യന് റഷീദ് കൊണ്ടു കൊടുക്കും. അപ്പൊ റഷീദ് കൊണ്ടു കൊടുക്കുമ്പോൾ ആ പ്രായമായിട്ടുള്ള മനുഷ്യൻ എന്താണ് ചെയ്യുക? അയാൾക്ക് സ്വന്തമായിട്ട് എണീറ്റ് നിൽക്കാനും പോലും വയ്യ. പക്ഷെ അയാൾ എന്താ ചെയ്യുക? തൊട്ടടുത്ത് ഒരു മാങ്ങാത്തൈ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു. ആ തൈനെ അയാൾ കൊടുത്ത വെള്ളത്തിലെ പകുതി വെള്ളം ആ തൈക്ക് ഒഴിച്ചിട്ട് ബാക്കി വെള്ളമാണ് അയാൾ കുടിക്കുന്നത്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞ് ഇവര് 2-3 വർത്താനം പറഞ്ഞ് അയാൾ എന്താ ചെയ്യുന്നതെന്നും അയാള് എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്നൊക്കെ ഇവരോട് പറഞ്ഞപ്പോഴത്തേക്കും അയാളുടെ അന്ത്യശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അയാൾ മരിച്ചു പോകും. ഓക്കെ, മരിച്ചു പോകുമ്പം റഷീദും റഷീദിന്റെ സഹോദരനും അസ്മയൊക്കെ കൂടെ ഇയാളെ പൊതു ശ്മശാനത്തിൽ അടക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ് റഷീദ് അസ്മ എന്ന പെൺകുട്ടീനെ കല്യാണം കഴിക്കുകയും പിന്നെ അവർക്കൊരു മകൻ ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, ആ മകനാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് ആ പ്ലേറ്റിലെ മാങ്ങ കൊണ്ടു കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട്
അപ്പം അപ്പൊ ഈ സ്റ്റോറി മൊത്തമാണ് ആര് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്? റഷീദ് വൈക്കം മുഹമ്മദ് ബഷീറിന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അവർക്കുണ്ടായ മകനും അവരെന്ത് പേരാണ് ഇട്ടത്? പിന്നെ യൂസഫ് സിദ്ദിഖ് എന്നാണ് ഇട്ടത്. ആ സമയത്ത് അയാള് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാങ്ങാത്തൈ എന്ത് ചെയ്യും? കല്യാണ ശേഷം റഷീദ് അസ്മയും കൂടെ അതിനെ നട്ട് വളർത്തി വെള്ളം ഒഴിച്ച് വളം ഇട്ടിട്ട് അതിന് ഒരു വലിയ മാവായി മാറുകയും ആ മാവിലുള്ള മാങ്ങയാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീർ കഴിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഹോൾ സ്റ്റോറി. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസ് ഒന്ന് വേഗം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓദർ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ എന്നറിയാം. ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റ് ആണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. ഓക്കെ, അയാളൊരു മലയാളം റൈറ്റർ ആണ്. ഓക്കെ, അയാളെ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? അയാളൊരു ഫ്രീഡം ഫൈറ്റർ ആണ്, നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. അയാളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാന്ന് നോക്കിയാലോ? ബാല്യകാല സഖി 1, പിന്നെ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, അത് അയാളുടെയാണ്. പിന്നെ പാത്തുമ്മയുടെ ആട്. ഓക്കെ, പിന്നെ അയാൾക്ക് എന്താണ്? പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. ആക്ടിവിറ്റീസ് 2 ആക്ടിവിറ്റീസേ ഉള്ളൂ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്റർ ഗെയിം ആണ്. Enact the story The Honey Mango Tree with the help of your teacher. You can make use of some properties along with background music. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഈ ഒരു കഥ എന്ത് ചെയ്യുക? നിങ്ങൾ ക്ലാസ്സിൽ ഫ്രണ്ട്സ് ആയിട്ട് ഓരോ ക്യാരക്ടർ ഓരോരുത്തർ എടുക്കുക. ഓക്കെ, കൂട്ടുകാർ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഒരാൾക്ക് റഷീദ് ആവാം, ഒരാൾക്ക് അസ്മ ആവാം, ഒരാൾക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ആവാം, പിന്നെ ഒരാൾക്ക് വന്നിട്ട് ആ പ്രായമായിട്ടുള്ള മനുഷ്യൻ യൂസഫ് സിദ്ദിഖ് ആവാം. ഓക്കെ, ഇങ്ങനെ 4 ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങൾ ഈ റോൾ പ്ലേ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറിന്റെ സഹായം തേടാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോപ്പർട്ടീസോ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് ഈ ഡ്രാമ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു ആക്ടിവിറ്റി. അടുത്ത നോക്കിയാലോ? ആക്ടിവിറ്റി 2, read the story The Honey Mango Tree and find sentence related to the story given here. Write the sentence under each picture. അപ്പൊ ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിന്റെ എന്താണ് ഡീറ്റെയിൽസ് സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താന്ന് നോക്കിയാലോ? ഫസ്റ്റ് എന്താ? റഷീദിന്റെ സൺ, 16 വയസ്സായിട്ടുള്ള റഷീദിന്റെ സണ്ണ് വൈക്കം മുഹമ്മദ് ബഷീർ, ഓദർ ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന് എന്ത് കൊടുക്കുകയാണ്? മാങ്ങ കൊടുക്കുകയാണ്. ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള മാങ്ങ കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. റഷീദ് സൺ gave to author some mangoes wrapped in newspaper. ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ കുറച്ച് മാംഗോസ് ഓദർ ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന് ആര് കൊടുക്കുകയാണ്? റഷീദ് കൊടുക്കുകയാണ്. റഷീദിന്റെ സൺ കൊടുക്കുകയാണ്, മോൻ കൊടുക്കുകയാണ്. ഓക്കെ, അടുത്ത എന്താണ്? ഇവിടെ എന്താണ് നടക്കുന്നത് നോക്കിയാലോ? ഇവിടെ റഷീദ് കെയർഫുള്ളി uprooted the sapling and brought it to home. എന്താണ്? റഷീദ് ആ പ്രായമായിട്ടുള്ള മനുഷ്യൻ ഒഴിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്ന മാങ്ങാ തൈനെ സൂക്ഷ്മമായി പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിലേക്ക് നടാൻ വേണ്ടി പോകുന്ന ഒരു രംഗമാണ് ഇവിടെ. അതെങ്ങനെ എഴുതാം? റഷീദ് കെയർഫുള്ളി uprooted the sapling and brought it home. വീട്ടിലേക്ക് കൊണ്ടുവന്നു. അടുത്ത നോക്കാം. അതെന്താ? ഇവിടെ പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ മരച്ചോട്ടിൽ വിശ്രമിക്കുന്നതാണ് കാണുന്നത്. The old man is lying under a big tree. ഇവിടെ എന്താണ്? അസ്മ ആ സാപ്ലിങ്ങിന് വെള്ളം ഒഴിക്കുകയാണ്. അസ്മ ഈസ് വാട്ടറിങ് ദ സാപ്ലിങ് എവറി ഡേ. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഈ എന്താണ് ഈ സ്റ്റോറി മനസ്സിലായെന്ന് കരുതുന്നു. അതേപോലെ ഇതിൻ്റെ ആക്ടിവിറ്റീസ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.